ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമുക്കൊരു റിവിഷൻ ക്ലാസ് ആണ്. നമുക്കറിയാമല്ലേ, ഇനി 2 ദിവസം കഴിഞ്ഞ് വേണം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം ആവാനായി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു റിവിഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, സംസ്ഥാന സർവീസ്, കേന്ദ്ര സർവീസ് എന്നിങ്ങനെ 3 സർവീസുകളാണ് ഇന്ത്യൻ സിവിൽ സർവീസിൽ പെടുന്നത്. അതിൽ അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 312, ഭാഗമാണ് 14-ാം ഭാഗം. അപ്പോൾ ആർട്ടിക്കിൾ 312 ഭാഗം 14-ാം ഭാഗം. അഖിലേന്ത്യാ സർവീസ് ആക്ട് നിലവിൽ വന്നത് 1951-ലാണ്. ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര സർവീസിനോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ഇവരെ നിയമിക്കപ്പെടുകയും ചെയ്യുന്നതിനാണ് ഈ അഖിലേന്ത്യാ സർവീസ് ഉള്ളത്. അപ്പോൾ അവർ കേന്ദ്ര തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവർ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമെല്ലാം നിയമിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഇവരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അവരുടെ ശമ്പളമെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്രവും. അതായത് ഈ അഖിലേന്ത്യാ സർവീസിലുള്ള ആൾക്കാരെ നിയമിക്കുന്നത് കേന്ദ്രവും അവർക്കുള്ള ശമ്പളം എല്ലാം നൽകുന്നത് സംസ്ഥാനങ്ങളാണ്. അവർ ഏത് സംസ്ഥാനത്താണുള്ളത് ആ സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റുമാണ്. അഖിലേന്ത്യാ സർവീസുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ IAS, IPS, IFS എന്നതാണ്. IAS, IPS, IFS എന്നതാണ് അഖിലേന്ത്യാ സർവീസുകളിൽ വരുന്നത്. അടുത്തത് കേന്ദ്ര സർവീസ്. ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസ് നമുക്കറിയാം, ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് ആണ് അല്ലേ. അതുപോലെ പോസ്റ്റ് അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് കേന്ദ്ര ഗവൺമെൻറ് ആണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇവരെ സംസ്ഥാന സർവീസിലേക്ക് നിയമിക്കാനാവില്ല എന്നാണ് പറയുന്നത്. കേന്ദ്ര സർവീസിന് തന്നെ 2 ഗസറ്റായി തരംതിരിച്ചിരിക്കുന്നു. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ് എന്നുള്ളത്. ആ A ഗ്രൂപ്പിലുള്ളവരെ തിരഞ്ഞെടുക്കുന്ന UPSC ആണ്. UPSC നിയമനം നടത്തുന്നതാണ്. ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ B ഗ്രൂപ്പ്, D ഗ്രൂപ്പ് അല്ല, B ഗ്രൂപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. SSC ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇതിൽ നിയമനം നടത്തുന്നത് രാഷ്ട്രപതി നിയമിച്ചിട്ടുള്ള അധികാരികളാണ്. അതാണ് കേന്ദ്ര സർവീസിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് സംസ്ഥാന സർവീസ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതാണ് ഈ സംസ്ഥാന സർവീസ് എന്ന് വരുന്നത്. ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് നടത്തുന്ന പരീക്ഷകൾ മുഖേനയാണ്. ഈ KS ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. അടുത്തത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് നിങ്ങൾക്കറിയാലോ. ഈ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി. നീക്കം ചെയ്യുക എന്ന് പറയുന്നതും രാജി എന്ന് പറയുന്നത് രണ്ടാണ്. അറിയാലോ അല്ലേ. എന്തെങ്കിലും കാരണം കൊണ്ട് അവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ അവർ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് തന്നെയാണ്. കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗമാണ് 14. അപ്പോൾ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSCയുടെ കുറിച്ച് പറയുന്ന ഭരണഘടന ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്. 14 ജില്ലാ ഓഫീസും 3 മേഖലാ ഓഫീസുകളുണ്ട്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടമാണ് തിരുവനന്തപുരം തുളസി ഭവനാണ്. അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർമാനും 20 അംഗങ്ങളും ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. നിലവിലെ ചെയർമാൻ MR ബൈജു ആണ്. ഇത് വീണ്ടും പറയാത്തതുകൊണ്ട്, റിവിഷൻ ആയതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. അടുത്തത് UPSC എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 315 മുതൽ ആർട്ടിക്കിൾ 323 വരെയുള്ള ഭാഗങ്ങളിലാണ് UPSC കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഭാഗം വരുന്നത് 14. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 11. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇവർക്ക് പുനർനിയമനത്തിന് അർഹതയില്ല. ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ആണ്. അപ്പോൾ PSCയുടെ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? PSCയുടെ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. ഇതും അത് തന്നെയാണ് വരുന്നത്. ഭാഗം 14 തന്നെയാണ്.
ഭാഗം എത്ര വരുന്നത്? 14 തന്നെയാണ് വരുന്നത്. അംഗസംഖ്യ മാത്രം ഇവിടെ 20 + 1 21, ഇവിടെ 11 എന്നാണ് പറയുന്നത്. കാലാവധി 6 വർഷം 62 വയസ്സ് എന്നാണ് പറയുന്നത്. പുനർനിയമനത്തിന് അർഹൻ അല്ല. അടുത്തത് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 250 പ്രകാരം ഓരോ 5 വർഷത്തിലോ അതിനു മുൻപോ ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതി നിർബന്ധിതനാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 250 ആണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 250 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പോൾ ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 250 ആണ്. അംഗങ്ങൾ ചെയർമാനും മറ്റ് 4 അംഗങ്ങളുമാണ്. കാലാവധി എന്ന് പറയുന്ന 5 വർഷമാണ്. ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 243 മുതൽ 243 വരെ. 243 മുതൽ 243 വരെ. ഓരോ 5 വർഷം കൂടുമ്പോഴും ഗവർണർ നിയമിക്കുന്നു. ഇവൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാലാണ്. ധനകാര്യ കമ്മീഷൻ, ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 250 ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 243 മുതൽ 243 വരെയാണ് ആർട്ടിക്കിൾ പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338 പ്രകാരം നേരിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 338. 2004 ഫെബ്രുവരി 19 പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ലോക് നായക് ഭവനാണ്. അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റു 3 അംഗങ്ങൾ എന്നിങ്ങനെയാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ചെയർമാനെയും അംഗങ്ങളെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇവരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ചെയർമാൻ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ 338A പ്രകാരം സ്ഥാപിതമായതാണ്. നേരത്തെ പറഞ്ഞത് 338 ഇത് വരുന്നത് 338A പ്രകാരമാണ്. 2003 89 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് 2 വിഭജിച്ചിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്നും പേര് മാറ്റിയിട്ടുണ്ട്. 2004 ഫെബ്രുവരി 19 ഇതും രൂപീകൃതമായത്. ആസ്ഥാനം ലോക് നായക് ഭവൻ തന്നെയാണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നതും ഒരുപോലെയാണ്. വന്ന ഡേറ്റും ഒരുപോലെയാണ്. ആസ്ഥാനം തന്നെയാണ്. ഭേദഗതി 89 ഭേദഗതി തന്നെയാണ്. കാലാവധി 3 വർഷമാണ്. നിയമനം കാലാവധി തീരുമാനിക്കുന്നത് എല്ലാം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ രൂപീകരിച്ചത് 1993 2018 102 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനാ പദവി ഏതിന് ലഭിച്ചത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ലഭിച്ചത്. ആർട്ടിക്കിൾ 338B ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് എത്രയാണ്? 338A. ആദ്യം 338 വരുന്നത് STയും 338A വരുന്നത് 338 വരുന്നത് SCയും 338A വരുന്നത് STയും 338B വരുന്നത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അംഗസംഖ്യ പറയുന്നത് 5. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ. സെയിം തന്നെയാണ് വരുന്നത്. കാലാവധി 3 വർഷം. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ 15-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 324 പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥിരം സ്വയം ഭരണാധികാരി അർദ്ധ ജുഡീഷ്യൽ ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം 2007. എത്രയാണ്? 2007. 5 അധ്യായങ്ങളും 18 സെക്ഷനുകളുമാണുള്ളത്. കമ്മീഷനിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നു. ഒരു ചെയർമാനും 2 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നു. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗം കഴിഞ്ഞിട്ട് അടുത്തത് ന്യൂനപക്ഷ കമ്മീഷൻ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം ഓർഡിനൻസിലൂടെ നിലവിൽ വന്നത് 2013 മെയ് 15 ഇത് രൂപീകരിച്ചത് 2013 ജൂൺ 13 അപ്പോൾ 2013 എന്ന് പഠിച്ചു വയ്ക്കുക. ആസ്ഥാനം തിരുവനന്തപുരമാണ്.
അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയുമാണ്. കാലാവധി 3 വർഷമാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ ഒരു നിയമ സ്ഥാപനവും ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ്. എന്ത്? വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. എപ്പോഴാണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 വിവരാവകാശ നിയമപ്രകാരം 2005 ഒക്ടോബർ 12 രൂപീകരിച്ചതാണ് ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ്? ഒക്ടോബർ 12. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 2005 കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണിത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവരെ നിർദ്ദേശിക്കുന്നത്, ശുപാർശ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ചെയർപേഴ്സണായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ഇവരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 65 വയസ്സാണ്. ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ചെയർപേഴ്സണായ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്ത ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന 3 അംഗ സമിതി ശുപാർശ ചെയ്യുന്നതിനനുസരിച്ചാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ഗവർണർ നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കാലയളവിലേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് തികയും വരെയോ ആണ്. ഇവർക്കൊന്നും പുനർനിയമനത്തിന് അർഹരല്ല. ഇവരെ നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. ചെയർമാനെ കൂടാതെ 5 അംഗങ്ങളാണുള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അടുത്തത് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഈ വിവരാവകാശ നിയമമാണ്. 2005 വിവരാവകാശ നിയമം നടപ്പിലാക്കി 55ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. വിവരാവകാശ കമ്മീഷൻ 2005 ആകെ വകുപ്പുകളുടെ എണ്ണം പറയുന്നത് 31. ആകെ വകുപ്പുകൾ 31, ആകെ ഷെഡ്യൂളുകൾ 2, ആകെ അധ്യായങ്ങൾ 6. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ പ്രാധാന്യം നഷ്ടപ്പെട്ട 2 നിയമങ്ങളാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഔദ്യോഗിക രഹസ്യ നിയമം 1923. ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ്. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. 35 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. അതുപോലെ ആവശ്യപ്പെടുന്ന വിവരം ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണ്. പറഞ്ഞാൽ 48 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 48 മണിക്കൂറാണ്. അതായത് 2 ദിവസമാണ് പറയുന്നത്. അപേക്ഷിക്കുന്ന തീയതി മുതൽ എത്ര വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 20 വർഷം വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയത് രാജ്യം ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 2005 ഡിസംബർ 19 കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ ചോദിക്കുകയാണ് പറഞ്ഞാൽ പാലാട്ട് മോഹൻദാസ് ആണ്. ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് സ്ഥാപിച്ചത് 1993 ഒക്ടോബർ 12 ഇതിൻ്റെ തലസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിലെ ഒഫീഷ്യൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 6. ഒഫീഷ്യൽ അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 6. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 12 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയ ചോദിക്കുകയാണ് 1993 സെപ്റ്റംബർ 28. അപ്പോൾ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 12 അന്നാണ് ഈ കമ്മീഷനും നിലവിൽ വന്നത്. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ
ന്യൂഡൽഹിയാണ്. ആപ്തവാക്യം സർവ ഭവന്തു സുഖിന എന്നതാണ്. നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഒഫീഷ്യൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 6 ചെയർമാൻ്റെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജിയോ ആയാണ്. പിന്നെ നിയമം നീക്കം ചെയ്യലെല്ലാം പ്രസിഡന്റാണ്. ഒഫീഷ്യൽ അല്ലാത്ത അംഗസംഖ്യ എന്ന് പറയുന്നത് 7. ഒഫീഷ്യൽ അല്ലാത്ത അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 7. ഇവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, ലോക്സഭ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭ, രാജ്യസഭ, പ്രതിപക്ഷ നേതാക്കൾ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായി വരുന്നത് ആരാണ്? ആദ്യത്തെ ചെയർമാൻ വന്നിട്ട് രംഗനാഥ് മിശ്രയാണ്. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. ഇപ്പോഴത്തെ വന്നിട്ട് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യ അയ്യറാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യ അയ്യറാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് വരുന്നത്. ഇനി ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, NCPCR ചെയർപേഴ്സൺ എന്നിവരെല്ലാമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് നിലവിൽ വന്നത് 1998 ഡിസംബർ 11 സ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ്. ചെയർമാനും 2 അംഗങ്ങളുമാണ് ഇവിടെ ഉൾപ്പെടുന്നത്. ചെയർമാനും 2 അംഗങ്ങളും. അപ്പോൾ അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 3. ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി, വിരമിച്ച ജഡ്ജി ആയിരിക്കണം എന്നുള്ളതാണ്. ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഇവരെ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ്. ആദ്യത്തെ ചെയർമാനായത് MM പരീത് പിള്ളയാണ്. ഇപ്പോഴത്തെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അടുത്തത് സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 സേവനാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2012 നവംബർ 1 യൂണിയൻ എക്സിക്യൂട്ടീവിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഇന്ത്യൻ അറ്റോർണി ജനറൽ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ അറ്റോർണി ജനറലും കൂടി ഉൾപ്പെടുന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 76 രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനായ അറ്റോർണി ജനറലിൻ്റെ ഓഫീസിനായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. കാലാവധി ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല. ഏതിൻ്റെയാണ്? അറ്റോർണി ജനറലിൻ്റെ കാലാവധി കൃത്യമായി പറഞ്ഞിട്ടില്ല. യോഗ്യത സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത വേണം. തുടർച്ചയായി 5 വർഷത്തേക്ക് ഏതെങ്കിലും ഹൈക്കോടതി ജഡ്ജിയോ 10 വർഷമായി ഏതെങ്കിലും ഹൈക്കോടതിയിലെ അഭിഭാഷകനോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ ഒരു പ്രമുഖ നിയമജ്ഞനോ ആയിരിക്കണം. അഡ്വക്കേറ്റ് ജനറൽ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്ര എക്സിക്യൂട്ടീവ് പറഞ്ഞു, ഇത് സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. ആർട്ടിക്കിൾ 165 സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യാലയത്തിനായി വ്യവസ്ഥ ചെയ്യുന്നതാണ്. ഒരു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. 10 വർഷക്കാലം ഇന്ത്യയിൽ ജുഡീഷ്യൽ സ്ഥാനം വഹിക്കുകയോ അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഒരു ഹൈക്കോടതി അഭിഭാഷകനായിരിക്കുകയോ വേണം അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് വകുപ്പിൻ്റെ തലവനാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കാര്യാലയത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 148 ഇന്ത്യൻ രാഷ്ട്രപതിയാണ് CAGയെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഏതാണോ ആദ്യം അതാണ് അവരുടെ കാലാവധി. ഭരണഘടനയുടെ ഭാഗം 15 ആർട്ടിക്കിൾ 324 പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്വയംഭരണാധികാര അർദ്ധ ജുഡീഷ്യൽ ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ നോക്കി പോകാനുണ്ട്.
ദേശീയ വനിതാ കമ്മീഷൻ. അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് വന്നത് 1990 ഇത് ലോകസഭയിൽ അവതരിപ്പിച്ച 1990 മെയ് 22 രാഷ്ട്രപതി ഒപ്പുവെച്ച 1990 ഓഗസ്റ്റ് 30 ആദ്യ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഈ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവനാണ്. മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് വരുന്നത്. പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിളയാണ്. ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നു. വെബ് പോർട്ടൽ എന്ന് പറയുന്നത് നാരിയാണ്. അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്ന 6 അംഗങ്ങളാണുള്ളത്. അംഗങ്ങളിൽ SC ST വിഭാഗങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇവരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കണം. കേരള വനിതാ കമ്മീഷൻ ആക്ട് വന്നത് 1990 കമ്മീഷൻ നിയമം 1990 എഴുതി തയ്യാറാക്കിയത് അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന KR ഗൗരി അമ്മയാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1995 ഓഗസ്റ്റ് 22 ഒപ്പുവെച്ച രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1 ഈ നിയമപ്രകാരം കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1996 മാർച്ച് 14 കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. കമ്മീഷന്റെ പ്രസിദ്ധീകരണം വരുന്നത് ശ്രീ ശക്തിയാണ്. കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും 4 കൂടാത്ത അംഗങ്ങളുമാണ് കമ്മീഷനിലെ അംഗങ്ങൾ ആയി വരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. കമ്മീഷനിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നതും സംസ്ഥാന സർക്കാരിനാണ്. സെക്രട്ടറി ഒഴികെ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇവരെല്ലാം നിയമിക്കുന്നത് ആരാണ് ചോദിച്ചു പറഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 2007 മാർച്ച് 5 2005 ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം സ്ഥാപിതമായതാണ്. 2005 നിയമം 2007 മാർച്ച് 5 സ്ഥാപിതമായത്. ആസ്ഥാനം വന്നിട്ട് ഡൽഹിയാണ്. ഈ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് എന്താണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ 7 അംഗങ്ങളാണുള്ളത്. എത്ര അംഗങ്ങളാണ്? 7 അംഗങ്ങൾ. ചെയർമാനും മറ്റ് 6 അംഗങ്ങളാണുള്ളത്. അതിൽ 2 പേരെന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 3 വർഷവും 65 വയസ്സുമാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷവും 60 വയസ്സുമാണ്. എത്ര വയസ്സാണ്? 60 വയസ്സുമാണ് വരുന്നത്. അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. വന്നത് 2013 ജൂൺ 3 നേരത്തെ പറഞ്ഞു 2007 ദേശീയ ബാലാവകാശ കമ്മീഷൻ. 2007 മാർച്ച് 5 വന്നെന്ന് പറഞ്ഞു. 2013 ജൂൺ 3 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ബാലാവകാശ സംരക്ഷണ നിയമം 2005. അതുപോലെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2012 എന്നിവ. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ്. നേരത്തെ പറഞ്ഞതിലും 7 അംഗങ്ങൾ തന്നെയാണ്. അതായത് ദേശീയ ബാലാവകാശ കമ്മീഷനിലും 7 അംഗങ്ങൾ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലും 7 അംഗങ്ങളാണ്. അതിൽ നമ്മൾ ചെയർമാൻ്റെ കാലാവധി എത്രയാണ് പറഞ്ഞത്? 3 വർഷം 65 വയസ്സ് പറഞ്ഞു. ഏതിലെ? ദേശീയത്തിൽ. കേരളത്തിലും 3 വർഷം 65 വയസ്സ് തന്നെയാണ്. അതുപോലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം 60 വയസ്സ് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലും അംഗങ്ങളുടെ കാലാവധി വരുന്നത് 3 വർഷം 60 വയസ്സ് തന്നെയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ മുമ്പ് കുറച്ച് ഇതിൽ മുമ്പ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്?
വരയാടിൻ്റേതാണ്. ഏത് ജീവിയുടേതാണ്? വരയാടിൻ്റേതാണ്. ഏത് വരുന്നത്? രാജമല വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഇരവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ എന്ന് പറയുന്നത്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. എറണാകുളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് തട്ടേക്കാട്, മംഗളവനം എന്നിവ. കോട്ടയത്താണ്. കുമരകം പക്ഷി സങ്കേതം എവിടെയുള്ളത്? കോട്ടയത്താണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്താണ്. കടലുണ്ടി മലപ്പുറം. ചൂളന്നൂർ പാലക്കാടാണ്. ചൂളന്നൂർ എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ആനക്കൂടിന് പ്രശസ്തമായ സ്ഥലമാണ് കോന്നി എന്ന് പറയുന്നത്. കേരളത്തിൽ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂരാണ്. പാലക്കാടിലെ ചൂളന്നൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ എന്ന് പറയുന്നത്. കോട്ടൂർ എന്ന് പറയുന്ന ആന പുനരധിവാസ കേന്ദ്രമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. വനവിസ്തൃതി കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. ഏതാണ്? മറയൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തെന്മലയിലാണ്. എവിടെയാണ്? തെന്മലയിലാണ്. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യകൂടം. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ശെന്തുരിണിയാണ്. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. എന്നാണ്? ബ്ലാക്ക് ബുൾബുൾ എന്ന് പറയുന്നത്. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡാണ് ഏറിയ ത്യാഗി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു റിവിഷൻ ക്ലാസ്സാണ്. വീണ്ടും റിവൈസ് ചെയ്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.